ബാത്റൂമിൻ്റെ സ്വിച്ച് ഇടുകയും അപ്പോൾ തൊഴുത്തിലേക്കുള്ള സ്വിച്ച് ബാത്റൂമിലാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അത് ഇടുകയും ചെയ്തു. ഇട്ടപ്പോൾ കടുവ ഇങ്ങനെ നടന്നു പോകുന്നു തൊഴുത്തിലേക്ക്. ആരും വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ പിള്ളേരാണെങ്കിലും നടന്നു വരത്തില്ല, സൈക്കിളെ പോലും വരത്തില്ല. പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അരയിലത്ര പൊക്കമുള്ളൂ, പക്ഷേ നീട്ടോ നല്ല നീട്ടോ. തലയിൽ അവിടെ ഒന്നും ക്ഷീണമൊന്നുമില്ല, വയറിങ്ങനെ ഒട്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പരിക്കകത്ത് കയറി കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഇറങ്ങി ഞങ്ങൾ കൂട്ടിച്ചെന്ന് നോക്കുമ്പോൾ ആടില്ല. 4 ആടുണ്ടായിരുന്നു. 4 ആടിലെ അതിന്റെ നടുക്ക് കെട്ടിയ ആടിനെ കാണാനില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഈ കൊലയിടത്തില്ലേ ഇത്രയും ദൂരത്തിൽ എത്തിപ്പോയി ആള്. ഇത്രയും ദൂരം അത് ശരിക്കും ആക്റ്റീവായ കടുവയാണ്. ഇവന്റെ വെടി തീർന്നു. എന്നിട്ട് അവൻ നോക്കി ഇങ്ങനെ ഇതിനകത്ത് ഇവിടം വരെ എത്തി. അവിടെ വരെ എത്തി. അത് മെല്ലെ നടന്ന് കയറി ഇവിടെ വന്ന് കുറെ നേരം കിടന്നു. എന്നിട്ട് രാത്രി ഫുള്ളാ ഇവിടെ തന്നെ ഇറങ്ങുന്നത്. ഇനിയിപ്പോ ചിലപ്പോ ആ താഴത്തെ കൊല്ലിക്കകത്ത് ഇറങ്ങി കിടക്കുന്നുണ്ടാവും. ഡിഎഫ്ഒ ചർച്ച ചെയ്തതിൽ ഡിഎഫ്ഒ പറഞ്ഞ് ഞങ്ങൾ മയക്കുവെടി വെച്ച് പിടിക്കാൻ ഉത്തരവ് മേടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് വാഴക്കൊല വെട്ടാൻ വേണ്ടി ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഓരോ വാഴക്കൊല നോക്കി പോയപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് വാഴയുടെ ചവിട്ടി തന്നെ കടുവ കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ മുകളിലോട്ട് നോക്കിയല്ല നടക്കുന്നത്. തൊട്ടടുത്ത് അവൻ പോയി പെട്ടുപോയി. പുള്ളി പോയി പെട്ടുപോയി. അങ്ങനെ അവൻ അവിടുന്ന് പേടിച്ച് ഓടിയോണ്ട് അവിടെ വന്നിട്ട് വീണു. പുറകെ ഞാനും ഓടി. അങ്ങനെ മുകളിലോട്ട് പോയി. എന്നിട്ട് അന്നേരം തന്നെ പുറശാരെ വിളിച്ചു. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവരെത്തി. വാഴത്തോട്ടമുണ്ട്. വാഴ കൊലവെട്ടാൻ പോയതാ രാത്രി ഒരു 5:30ക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഈ കടുവ ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയാണ് കേട്ടോ കടുവ കിടന്നത്. ഇവരുടെ വാഴത്തോട്ടമാണിത്. ഇവിടെ വെച്ചാണ് ഇയാൾ കണ്ടതും കടുവ ഇട്ട് വെച്ചിരിക്കുന്ന കേട്ടോയാണ്. നമസ്കാരം. ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി അമരക്കുനി ഭാഗത്താണുള്ളത്. അമരക്കുനിയിലെ കഴിഞ്ഞ ദിവസത്തെ ഒരു എപ്പിസോഡ് നമ്മൾ കാണിച്ചിരുന്നു. ഇവിടെ കടുവ ഇറങ്ങി ഒരു ആടിനെ പിടിച്ച കാര്യവും ഒക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. 1-2 പേര് കടുവയുടെ മുമ്പിൽ നേരിട്ട് ചെന്ന് ചാടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കൂട് വെച്ച അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. ഞാൻ ആ എപ്പിസോഡ് എടുത്തതിൻ്റെ പിറ്റേ ദിവസം, അതായത് ആ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ ചെന്നത്. ആ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും കടുവ മറ്റൊരു ആടിനെയും കൂടെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആ ഒരു സ്ഥലത്തുനിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലത്താണ്, റോഡ് സൈഡിലാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന റോഡ് നിങ്ങൾക്ക് കാണാം. ഇതേപോലെ നല്ല വണ്ടികൾ തിരക്കുള്ള ഒരു റോഡിൻ്റെ സൈഡിലാണ് ഈ ഒരു കടുവ ആടിനെ പിടിച്ചത്. അതിനുശേഷം ഇവിടെ തന്നെ വീണ്ടും കൂട് വെച്ചെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും അതിനുശേഷം പിന്നെ കടുവനെ കിട്ടാത്തതിന് കുറേ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി. അത് വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക്. ഇന്ന് ഞാനിപ്പോൾ നേരെ ആ 2ാമത് കടുവ ആടിനെ പിടിച്ച ആ ഒരു വീട്ടിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ നിന്ന് ചോദിച്ചറിയാം കേട്ടോ. ഇതാണ് ആ ഒരു ചേട്ടൻ്റെ വീട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? രതികുമാർ. ഇത് എന്നാ ഇന്നലെയാണ് സംഭവം നടന്നത്? മിനിയാന്നല്ലേ? ബുധനാഴ്ച. എത്ര മണിയായപ്പോഴാണ് നിങ്ങൾ? ഒരു 11 മണി കഴിഞ്ഞു രാത്രി. എങ്ങനെയാ കടുവയുടെ ആടിൻ്റെ കരച്ചിൽ കേട്ടോ? ആടിൻ്റെ കരച്ചിലല്ല കേട്ടോ, ഞങ്ങൾ മാനിൻ്റെ കരച്ചിൽ. മാനുകൾ കൂട്ടത്തോടെ കടുവ ഓടിച്ചിട്ട് വന്നാന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് അപ്പുറത്തും ഇവർ 2 സൈഡിലും കടുവ മാനുകൾ ഭയങ്കര കരച്ചിൽ. അങ്ങനെയാണ് ഒരു 11 മണി കഴിഞ്ഞു. 11:30 അടുത്തായി. അപ്പോഴാണ് ഭയങ്കര കരച്ചില്ല. അപ്പം എന്താണ് ഇങ്ങനെ കരയുന്നത്? മോളും വൈഫും പറഞ്ഞു ഭയങ്കര കരച്ചിലാണല്ലോ അച്ഛൻ, പോയി നോക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ വാല് തുറന്ന് ഞാൻ പെരയുടെ വലത് സൈഡിലേക്ക് മാറി അവിടെ ലൈറ്റ് അടിച്ച് നോക്കുകയും മോള് ബാത്റൂമിൻ്റെ സ്വിച്ച് ഇടുകയും, അപ്പോൾ തൊഴുത്തിലേക്കുള്ള സ്വിച്ച് ബാത്റൂമിലാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അത് ഇടുകയും ചെയ്തു. ഇട്ടപ്പോൾ കടുവ ഇങ്ങനെ നടന്നു പോകുന്നു തൊഴുത്തിലേക്ക്. തൊഴുത്തിന് സൈഡിൽ കൂടെ നടന്നു പോകുന്നു. മോളും വൈഫും കണ്ടു. പെട്ടെന്ന് അവർ കാറ് ചെയ്തു. അച്ഛാ ഓടി വാ, പരിക്കകത്ത് കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ വലിച്ച് പരിക്കകത്ത് കയറി ഒരു 1/2 മണിക്കൂറാണ് ഞങ്ങൾ പരിക്കകത്തിരുന്നു. ഇരുന്നപ്പോഴും സമാധാനമില്ല. എങ്ങനെയാണിപ്പോൾ അറിയണമല്ലോ എന്താണ്. അങ്ങനെ ഞാനിവിടെ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ താഴെ ആ പുള്ളിയെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 3/4 മണിക്കൂറോളാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പരിക്കകത്ത് കയറി കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഇറങ്ങി ഞങ്ങൾ കൂട്ടിച്ചെന്ന് നോക്കുമ്പോൾ ആടില്ല. 4 ആടുണ്ടായിരുന്നു. 4 ആടിലെ അതിൻ്റെ നടുക്ക് കെട്ടിയ ആടിനെ കാണാനില്ല.
അന്നേരം പിന്നെ ഞങ്ങൾ ഉറപ്പിച്ചു എന്തായാലും ആടിനെ കൊണ്ടുപോയി എന്നല്ലാതെ നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ, സ്ഥിരീകരിക്കാൻ പറ്റില്ലല്ലോ. അന്നേരം ആ കൂടെ കാണിച്ചു തരാമോ? കൂട് കാണിച്ചു തരാം. അന്നേരമാണ് ആടിനെ കൊണ്ടുപോയി എന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ വേറെ ആളെ വിളിക്കുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയൊക്കെ ചെയ്തു. അവർ വരികയാണ് ചെയ്തത്. അവരൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തിയില്ലേ? അവരെത്തി. നമ്മൾ ചേട്ടൻ പറയുന്ന കാര്യം കേട്ടോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ തൊട്ട് പുറകിലുള്ള സംഭവമാണ്. ഇവർ നേരിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ 4ാമത്തെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഇവിടുന്ന് വാല് തുറന്നിറങ്ങി. അപ്പം ഇവിടെയാണ് മാനുകൾ ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ ഈ സൈഡിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ലൈറ്റ് അടിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ വൈഫും മോളും കൂടെ അവിടെ ഇറങ്ങി നിൽക്കുന്നത്. ഇതിവിടെ സ്വിച്ച് ഇടലും അവിടുന്ന് മോള് പറയുന്നത് അച്ഛാ അവിടെ കടുവ അച്ഛാ അങ്ങോട്ട് പോകരുതെന്നും പറഞ്ഞ് ഇവിടെ സ്വിച്ച് ഇട്ടപ്പോൾ അവിടുന്ന് അതിലെ കണ്ടു. ഇത് നേരെ ഇവിടെ നോക്കി കാണാം. ഇവിടെ ഈ സ്വിച്ച് ഇട്ട് നേരെ അതിലെങ്ങനെ കടുവ പാസ് ചെയ്യുന്നു. ഏത് വഴിക്കാ? അവിടുന്ന് കയറിയിട്ടേ അതിലെ അപ്പുറത്ത് നിന്ന് കയറിയിട്ട് ഈ തൊഴുത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരിക. ഇതിൻ്റെ അകത്ത് ആടിനെ കിട്ടി എവിടെയാണ്? ഇതിനകത്ത് ആട്. അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് ഇതിലേ ഇങ്ങനെ വരികയാണ് കടുവ. ഇതിലിങ്ങനെ വന്നിട്ടില്ല. ഇവിടെ ഇതിന്റെ നടുക്ക് നിന്ന് ആടിനെയാണ് കൊണ്ടുപോയതല്ലേ? അതിന്റെ കയറ് കിടക്കുന്നല്ലേ? കയറ് കിടക്കും. ചേച്ചി വെളിച്ചുള്ളത്തെ ഇതിലേ വന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെ വന്നല്ലേ? ഇപ്പോൾ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അവര് പോസ്റ്റുകാർ. ഇന്നലെ രാത്രി ഒന്നും വന്നിട്ടില്ല? ഇന്നലെ രാത്രി ഒന്നും വന്നില്ല അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ ആടിനെ പിടിച്ച സ്ഥലമില്ലേ, അത് നേരെ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറം. ഇങ്ങനെ ക്രോസ് പോവാണെങ്കിലോ ഇതിലേ പോകണം. ഈ റോഡില്ലേ, ഈ റോഡ് നേരെ അമരക്കുനി 2ാമത്തെ ടാറിങ് റോഡ്. അല്ല, അവിടെ നിന്ന് എന്നിട്ട് പിന്നെ ഇങ്ങോട്ടല്ലേ പോകുന്നത്? അതെ അതെ. അല്ല, ഇങ്ങനെ ക്രോസ് ഇങ്ങനെ ക്രോസ് ചെയ്താൽ ഇതിലെ വരും. കടവയ്ക്ക് റോഡ് പ്രശ്നമല്ലല്ലോ. ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ഇങ്ങനെയല്ല ക്രോസ്. അതിന്റെ മുകളിലായിട്ടാണല്ലോ അവർ കണ്ടതും അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം പിന്നെ ആരെങ്കിലും കണ്ടോ കടുവ? ഇന്നലെ വൈകുന്നേരം അവിടെ കണ്ടു. ഇവിടെ ഈ ഒരു ആക്രിക്കടയുണ്ട് ഇവിടെ ഈ അമരക്കുനി കവലയിൽ തന്നെ. അതിന്റെ പുറകിൽ വാഴത്തോപ്പിൽ കണ്ടു ഇന്നലെ വൈകുന്നേരം 5 മണി. അത് ഷാൽബ് എന്ന് പറഞ്ഞ ഒരാൾ. ഷാൽബും അവനും കൂടെ വാഴത്തോട്ടുണ്ട്. വാഴ കൊലവട്ടാൻ പോയതാ രാത്രി ഒരു 5:30. അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഈ കടുവ ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇത് ചേട്ടൻ എന്തായാലും കടുവ നേരിട്ട് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല, വൈഫും മോളും കണ്ടല്ലേ. വലിയ കടുവ എന്നാണ് പറഞ്ഞത്. എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, ഞാൻ അപ്പുറത്താണ്. അപ്പൊ അതുകൊണ്ട് കണ്ടില്ല. അവര് രണ്ടുപേരും കണ്ടു. കൂട് വെച്ചേക്കുന്ന എവിടെയാ? കൂട് നേരെ ഇതവിടെ താഴെ അവിടെ പോണം. അവിടെയാണ് ഇതിന്റെ ആടിനെ കൊണ്ടിട്ട് തിന്നെ. അതൊന്ന് കാണിച്ചു തരാം അവസരം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ പറമ്പിലൊക്കെ ആളുകൾ പണിയെടുക്കുന്നുണ്ടോ? ഇപ്പൊ ശരിക്കും പണിയെടുക്കുന്ന സമയം. കാരണം തൊഴിലുറപ്പ് മേഖല നിന്നു. അതായത് കാപ്പി പറിക്കാനുള്ള സമയമായി. അങ്ങനെയുള്ള പല പണികൾ പുല്ല് പടണ കർഷക ക്ഷീരമേഖലയാണ് മൊത്തം. അതായത് കന്നാലിലേക്ക് തീറ്റ കൊടുക്കാതിരിക്കാൻ പറ്റുമല്ലോ. കാപ്പി പറിക്കുന്ന സമയമായി. ഇപ്പൊ റബ്ബർ വെട്ടുന്ന സമയമാണ്. അതേപോലെ പാല് പള്ളിയിൽ പോകുന്നത് ചർച്ചാണ് ഇത് അടുത്ത്. അപ്പോൾ രാവിലെ ജനങ്ങൾ പള്ളിയിൽ പോകുന്നതാണ്. പള്ളിയത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുടക്കമാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ എല്ലാവരും പള്ളിയിൽ പോക്കുന്നവരെ നിർത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത അതെ, ഭീതി ഭയങ്കരമായ ഭീതി പറഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. ഇന്ന് എന്തോ സമരം ഞങ്ങൾ ഇപ്പം റേഞ്ച് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ DFO ചർച്ച ചെയ്തതിൽ DFO പറഞ്ഞ് ഞങ്ങൾ മയക്കുവെടി വെച്ച് പിടിക്കാൻ ഉത്തരവ് മേടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പിരിഞ്ഞവിടുന്ന്. മയക്കുവെടി വെച്ച് പിടിക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് എത്ര പ്രാബല്യത്തിലാവുമെന്ന് അറിയില്ല. ആ ഉത്തരവോടുകൂടിയാണ് ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് അവിടുന്ന്. ഇത് ശരിക്കൊക്കെ ആരുടെ പറമ്പ ഇതൊക്കെ? ഇത് ഇപ്പോൾ അപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരല്ലേ. ഇവിടെയൊക്കെ ഇഞ്ചിയാണ് കൃഷി ചെയ്യുന്നത്. ഇഞ്ചി ഇപ്പോൾ ഒന്നുമില്ല. ഇതൊക്കെ തരിശായി കിടക്കുകയാണ്. വില ഒന്നും തരില്ല, വന്യമൃഗങ്ങളൊന്നും തരില്ല. പിന്നെ എന്തിനു കൃഷി ചെയ്യുന്നു? ഇവിടെ വേറെ ഏതാ വന്യമൃഗങ്ങൾ വരുന്നത്? കടുവ.
ആന ഇപ്പൊ വന്നത് അല്ലാതെ കടുവ, ആന, പന്നി, മയില്, ആന ഇങ്ങോട്ട് വരുന്നത് ആന, പിന്നെ ആന ശല്യം ഉണ്ടായിരുന്നു. അല്ലേ? ആനകൾ വന്ന് എന്തൊക്കെ നശിപ്പിച്ചു. ഒരു സാധനം കൃഷി ചെയ്താൽ സമ്മതിക്കില്ല. എല്ലാ മേഖലയിലും എല്ലാ പ്രാവശ്യവും ശല്യങ്ങളാണ് മൊത്തം. കടന്നു പോകാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കൂട് നമുക്ക് ദൂരത്തു നിന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാനായിട്ടാണ്. ഇതൊക്കെ ജനവാസ മേഖലയാണ്, കൃഷി മേഖലകളാണ്, ആളുകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്, ജനങ്ങൾ ഇറങ്ങി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണിപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇപ്പം എത്ര ദിവസമായിട്ട് ഇങ്ങനെ പൂട്ടിയിട്ട പോലെ ഇങ്ങനെ കിടക്കും? 5 ദിവസമായി. 5 ദിവസമായിട്ട് പണിക്കും പോകാൻ പറ്റുന്നു. 5 ദിവസമായിട്ട് ഇങ്ങനെ ഈ ഒരു ജനങ്ങൾ ഭീതിയിലാണ്. ഒരു തൊഴിലുറപ്പുകാർക്കും പോലും തൊഴിലുറപ്പുകാർക്ക് ഒരു എല്ലാം നിർത്തി വെച്ചിരിക്കുക. എല്ലാ പരിപാടിയും പിള്ളേർ വരെ ഇപ്പം അങ്ങോട്ട് പോരുന്നാ പറഞ്ഞത്. അങ്ങോട്ട് പോകണ്ട, ഇവിടെ വന്നാൽ മതി. ആട് കരയുന്ന കേട്ടോ അവിടുന്ന്. ഇപ്പം ജീവനുള്ള ആടിനെ വെച്ചിട്ടുണ്ട്. ജീവനാളിന് ആടിനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടാരും പോരുന്ന പോകണ്ട. അപ്പം അതാണ് സ്ഥിതി. ഇന്നലെ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഈ തോട്ടത്തിലുണ്ടായിരുന്നു. ആണല്ലേ? അത് വെള്ളം കുടിക്കാനെങ്ങാണ്ടാണ് അപ്പുറത്തേക്ക് പോയത്. ഒരു പക്ഷേ ഇവിടെ തന്നെ ഉണ്ടാവും. പറയാൻ പറ്റില്ല. അവിടെയായിട്ടാണ് കൂട് വെച്ചിരിക്കുന്നത്. കാണുന്നല്ലേ? കൂടിൻ്റെ ഒരു മൂളവശം കാണാം. കൂട് ഇവിടെ ആയിട്ടാണ്. നമുക്ക് അതിൻ്റെ കൂടിൻ്റെ ആ മൂളവശം നമുക്ക് കാണാം. അവിടെയാണ് കൂട് വെച്ചിരിക്കുന്നത് കേട്ടോ. അവിടെ ആടിനെ വെച്ചേക്കുന്നല്ലേ? ആടിന് ആട് കരയുന്ന കേട്ടില്ലേ? അതെ. അത് ആരുടെ ആടാ? ആട് അത് ഫോറസ്റ്റുകാരൻ്റെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് വന്നോ ഒന്നല്ലേ? ഇപ്പത്തിന് അപ്പുറത്തും ഇവിടെ ആടിനെ വെച്ചിട്ടില്ലേ? അപ്പുറത്ത് ആടിന്റെ ജട വെച്ചേ പിടിച്ചതിന്റെ മുഴുവൻ എടുത്ത് മാറ്റിയില്ലേ ഇതുവരെ? കേട്ടോ കരഞ്ഞില്ല കേട്ടോ. അതെടുത്ത് മാറ്റിയില്ലേ ഇതുവരെ? അത് മാറ്റിയോന്ന് അറിയില്ല. അത് 5 ദിവസമായില്ലേ? 4 ദിവസമായില്ലേ? ഇന്നിപ്പോൾ 5 ദിവസമായി. 4 ദിവസം കഴിഞ്ഞു. 4 ദിവസമായി. അത് വെച്ചിട്ട് 4 ദിവസമായി. മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും. മാറ്റിയിട്ടുണ്ടോ അതോ കറക്റ്റ് അറിയില്ല ഇതിനെപ്പറ്റി. ഇതിപ്പോൾ 2 കൂടായില്ലേ? 2 കൂടായി. ഇനിയിപ്പോൾ ഒരു കൂടും കൂടെ വെക്കുന്നു പറഞ്ഞു. ഇന്നലെ കൂട് വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കൂട് വെക്കുമോന്ന് അറിയില്ല. കാരണം ഇപ്പം ഇതിൻ്റെ താഴേക്കൊക്കെ വീടുകളില്ലേ? പിന്നെ അവിടെ കഴിഞ്ഞാൽ അങ്ങോട്ട് വീടാ. ഇത്രയും സ്ഥലം ഒരു ഇച്ചിരി ഇത് കിടക്കുന്നതല്ലേ ഉള്ളൂ. ഇതിങ്ങനെ കുറച്ച് സ്ഥലം കിടക്കുന്നുള്ളൂ. അവിടെ അങ്ങോട്ട് വീടാ. ആ മൂലയ്ക്ക് മുഴുവൻ വീടാ. അപ്പോൾ ആ വീട്ടുകാരൊക്കെ രാത്രി കണ്ടായിരുന്നോ? അവർ കണ്ടിട്ടില്ല. കണ്ടിരുന്ന പറഞ്ഞാൽ ഫോറസ്റ്റിൽ ചെറിയൊരു പണിയുള്ള ഒരാളുണ്ട് അവിടെ. അങ്ങേര് റബ്ബറിൻ്റെ മുകളിൽ അവിടെ കയറി നോക്കുമ്പം അവിടെ കടുവ അങ്ങനെ കടന്ന് ഉരുളുക. ഇത് തീറ്റ കഴിഞ്ഞിട്ട്. അപ്പം പുള്ളി പറയുന്നത് നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലയെന്നാണ് പറയുന്നത്. ആരോഗ്യസ്ഥിതി മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ കണ്ടവർ. അല്ല പുള്ളി എന്താ പറഞ്ഞേ? ഇന്നലെ കണ്ടവൻ പറയുന്നത് കടുവ ആകെ ക്ഷീണിതനാണ്, അവശതയാണെന്നൊക്കെ പറഞ്ഞു. ഇന്നലെ 5:30 ഞാൻ ആകാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടപ്പോഴും പതുക്കെ നടന്നു. അപ്പം വനപാലകർ ഇപ്പോൾ പറയുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത്, ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് വായ്ക്കോടി വെച്ചാൽ അത് ചത്തുപോകുന്നു. കാരണം ക്ഷീണിതനാണ്, അതുകൊണ്ടാണ് വായ്ക്കോടി വെക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്ക് ശല്യം ഒഴിവാകണല്ലോ. എത്ര ദിവസമായില്ല? നമ്മൾ ഇപ്പോൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കുക? നമുക്ക് പള്ളിയിൽ പോകേണ്ടവരുണ്ട്, അതുപോലെ ക്ഷീരമേഖലയുണ്ട്, റബ്ബർ വെട്ടാനുണ്ട്. അങ്ങനെ ഓരോ മേഖലയിൽ ഓരോ രാവിലെ പുല്ല് വെട്ടിയിട്ട് വേണം. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. രാവിലെ കന്നാലിയുണ്ട്, ആടുണ്ട്. അപ്പോൾ അതിന് പുല്ല് വെട്ടിയിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ പറമ്പിലിറങ്ങാൻ പറ്റില്ലാത്ത സ്ഥിതി വിശേഷമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ജീവിതം വഴിമുട്ടിയ രീതിയിൽ. ഈ ആടിനെ കണ്ടപ്പോഴാണെങ്കിലും മുഴുവനായിട്ട് ഭക്ഷിച്ച രീതിയിലായിരുന്നു? അല്ലല്ല, മുഴുവനായിട്ട് ഭക്ഷിച്ചില്ല. ഒരു കുറച്ച് നിന്നുള്ളൂ. ചേട്ടൻ കണ്ടില്ല? ഞാൻ കണ്ടില്ല, ഞാൻ പോയില്ല. കാരണം രാത്രിയല്ലേ. രാത്രി 12 കാലമായപ്പോഴാണ് അവർ വന്നത്, ഫോറസ്റ്റുകാർ വന്നത്. അവർ വന്ന് ഒരു 1.5 മണിക്കൂറോളം തിരഞ്ഞ പിന്നെയാണ് ഈ ഭാഗത്താണ് കണ്ടത്. അവിടെ നമ്മൾ പോയില്ലേ, അവിടെയാണ് കണ്ടത്. അവിടെ വെച്ച് കണ്ടത്. അവിടെ അപ്പോൾ അവർ ക്യാമറ വെച്ചു. ക്യാമറ വെച്ചിട്ട് അവർ നിന്നു. പക്ഷേ അപ്പം അടുത്ത ക്യാമറ വെച്ച് രാവിലെ നോക്കുമ്പോൾ സാധനമില്ല. അത് വലിച്ചിട്ട് പോയി. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. വല്ലാത്ത അവസ്ഥ തന്നെ. ഈ വീട്ടിലോ? ഇവിടെ ആളില്ല? അവിടെ ആളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ ഉണ്ടോയെന്നറിയില്ല. അപ്പുറത്ത് അതിലെയൊക്കെ വീടുണ്ടല്ലോ, ചുറ്റും. അത് അവിടെ മടമാണ്. റോഡ് കഴിഞ്ഞാൽ അപ്പുറമൊക്കെ വീടാം. ഇവിടെ ഇത്ര സ്ഥലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. താഴത്തേക്കൊക്കെ വീടാം. അവിടെ ഇതിൻ്റെ താഴെ കഴിഞ്ഞ കുറേ കോളനി വീടുകളുണ്ട്, ആദിവാസികൾ താമസിക്കുന്നുണ്ട്. അപ്പുറത്തേക്കല്ല നമ്മുടെ സാധാരണ മനുഷ്യർ കുറേ താമസിക്കുന്നുണ്ട്. ഇവിടെ ഇച്ചിരി സ്ഥലം ഇങ്ങനെ ഒഴിവായി കിടക്കുന്നത്. അതെ, ബാക്കിയെല്ലാം കാപ്പിത്തോട്ടം. അതെ.
ഇപ്പം നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യം കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയ വഴികളൊക്കെ കണ്ടു. ഇതൊക്കെ പറമ്പുകളാണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇതൊരു പള്ളിയാണ്. ഇതുപോലെ എല്ലായിടത്തും വീടുകളുള്ള സ്ഥലമാണ്. എല്ലായിടത്തും ഓരോ വീടുകളുടെയും വീട്ടുകാരുടെയും പറമ്പുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വഴി കൂടെയാണ് കടുവ കൂളായി വന്ന് അവരുടെ ആടിനെയും പിടിച്ചുകൊണ്ട് പോയത്. അത് മുഴുവനായിട്ടൊന്നും ഭക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ആടിനെ പിടിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ച് ഭാഗം മാത്രം ഭക്ഷിച്ച രീതിയിലായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ പ്രായമുള്ള എന്തെങ്കിലും ആവശ്യകതയുള്ള കടുവയാകാൻ സാധ്യത. പക്ഷേ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് ഭാഗത്താണ് നിങ്ങൾ കണ്ടേ? അവർ ഇന്നലെ കഴിക്കൊക്കെ കിട്ടുന്നു. ഇന്നലെ ഇല്ല. അപ്പം ഇന്ന് കിട്ടുക. ഇന്ന് കിട്ടുക. ഇന്നോ? അല്ല ഇന്നലെ. ഇന്നലെ അപ്പോൾ ഇല്ല. ഇന്നലെ അല്ല കേട്ടോ. ഇന്നത്തെ രാവിലെ കഴിക്കിട്ട് നിന്ന്. ഇന്ന് രാവിലത്തെ വന്നു. എന്നാ അറിയോ? ഇന്നലെ രാത്രി ഇതാറിയ വാഴത്തോട്ടം അറിയാം. നിങ്ങൾ തന്നെയല്ലേ? നിങ്ങളൊന്ന് വാഴ പറിക്കാൻ പോയതല്ലേ? അല്ല കൊല വെട്ടാൻ പോയതല്ലേ? കിട്ടുന്നുണ്ട്. ഇന്നലെ പോലെ പറയുന്നത് എടാ എടാ എന്നിട്ട് ഈ കാട് കണ്ടോ? ഇതിലാണ് കയറിയത്. അപ്പോൾ പുള്ളി ഈ തെങ്ങ കയറി. ഇതാ ഈ തെങ്ങിൽ കയറിയിരിക്കായിരുന്നു. എന്നിട്ട് അവർ കയറിയിട്ട് കണ്ടതല്ലേ? അതിൽ നിന്നാണ് നോക്കുന്നത്. ഇതിലാണ് ഉണ്ടായത്. ചേട്ടാ അവിടെ ഉണ്ടോ? അതിനകത്ത് നടത്തുന്നതാണ് പറയാൻ പറ്റും. ചിലപ്പോൾ മാറി പോവായിരിക്കും. പല സ്ഥലത്ത് കാണുന്നുണ്ട്. ഇവിടെ 2-3 മാസമായിട്ടേ ഒരു ചുമ്മാ ഇപ്പോഴല്ലേ ഇത് എത്ര നാളെ നമ്മൾ പറയുന്നറിയോ? ഇത് എങ്ങനെ ഉണ്ടാകുന്ന വാഴത്തോട്ടാന്നറിയോ? നനയ്ക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ആയിപ്പോയതാ. ആരും കയറുന്നില്ലല്ലോ. ഇങ്ങോട്ട് വരലും പറ്റില്ല. 2-3 മാസമായിട്ട് ഈ കടുവനെ ഇവിടെ കാണുന്നുണ്ട്. കാണിച്ചു കൊടുത്താൽ ഞങ്ങൾ കാൽപ്പാടൊക്കെ ഇതിന്റെ ഇടയിൽ നേരത്തെ വന്നിട്ട് കാൽപ്പാട് കാണിച്ചു പോയി. പിന്നെ ഈ ഭാഗത്തൊന്നും ആരും നോക്കില്ല. കാൽപ്പാടിന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഇവിടെ കിടന്ന പാടുണ്ടല്ലോ. ഇവിടെ വേണ്ട. ഇവിടെ ഉണ്ട്. അതാ അല്ലേ? അതല്ലേ അത്? താഴേക്കൊക്കെ കാപ്പിത്തോട്ടം അല്ലേ? ഇത് കറക്റ്റ് സ്ഥലം കിടക്കാനേ. ഇത് കൊല്ലിച്ചാൽ കണക്കുണ്ട്. കറക്റ്റ് ഇവിടുന്ന് കണ്ടല്ലേ? കഴിഞ്ഞ ദിവസം ഇവർ കടുവേനെ കണ്ട ഒരു സ്ഥലമായിട്ടത്. ഇവരുടെ വാഴത്തോട്ടമാണിത്. ഈ വാഴത്തോട്ടത്തിൽ വെച്ചാണ് ഇവർ കണ്ടത്. കടുവ ഈ ഒരു ഭാഗത്ത് കിടക്കുമായിരുന്നെന്നാണ്.
ഇവിടെയാ കിടന്ന് ഇവിടെ അല്ലായിരുന്നു. എന്നിട്ട് നിങ്ങൾ നേരെ വന്നോ? ആ ഇത് ആ കൊച്ചിൻ്റെ നേരെ ആ അവൻ്റെ നേരൊക്കെ വന്നു. ആ എന്നിട്ടാണ് വീണിട്ട് ഓടിയത്. ഓ ഈ ചേട്ടാ ഇവിടുന്ന് ഇങ്ങോട്ട് ഓടി. അല്ലേ ഇവിടെ കിടന്നേ ഓടിയല്ലേ. ഇവിടെയാണ് കടുവ കിടന്ന സ്ഥലം കേട്ടോ അത്. വെച്ചിട്ടുണ്ടാവും ഉള്ളി വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ. ഇറച്ചിയുടെ അല്ല അത് മൂത്രത്തിൻ്റെ. ഇവിടെയാണ് കേട്ടോ കടുവ കിടന്നത്. ഇവരുടെ വാഴത്തോട്ടമാണിത്. ഇവിടെ വെച്ചാണ് ഇയാൾ കണ്ടതും വെള്ളം നേരം പാഞ്ഞു വന്നെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ മണക്കുന്നില്ലേ? ചീഞ്ഞ മണം. എന്നാനിപ്പോൾ അധികം അങ്ങോട്ട് പോകണ്ട. അത് കൊല്ലിച്ചാലായത് കാരണം റിസ്ക് എടുക്കണ്ട. തണുപ്പുണ്ട് ഇതിൽ. കിട്ടി നേരിട്ട് മുന്നേ കണ്ടാലേ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് ഇന്നലെ അവിടെ കിടന്ന് രണ്ടാമത് പോയിട്ട് ഇവിടുന്ന് പോയിട്ട് അവിടെയാ മുകളിലാ? ആ അവിടെ കിടന്നു. ഇവിടെ ചില്ലറ അഭ്യാസം ഇവിടെ കളിച്ചൊക്കെ ഇതുണ്ട് ദീപായിൻ്റെ. ആ അപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഓ കടുവ അപ്പിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് ഇന്ന് രാവിലത്തെ കണ്ട. എല്ലാ സൈഡും നോക്കി കേട്ടോ. കടുവയുടെ കാഷ്ടം കേട്ടോ അത്. കടുവ ഇത് ആടിൻ്റെ രോമമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. ആടിൻ്റെ രോമം കിടപ്പുണ്ട്. കാൽപ്പാട് എവിടെയാ? ആ മാന്തി ആട് അല്ലേ. മാന്തി പാടൊക്കെ കാണാം കേട്ടോ. സൗണ്ട് മാത്രം ശ്രദ്ധിക്കണം. ഓടി വരുന്നുണ്ടെങ്കിൽ ഓടിക്കണം. അന്നേരം ഇങ്ങോട്ട് വന്നാൽ വിട്ടു പോകും. ഈ ഭാഗത്തൊക്കെ സ്ഥിരം കിടക്കുന്നുണ്ടെന്നു അല്ലേ? ഉണ്ടാവും. ഇത് സ്ഥിരമായിട്ടുണ്ടാവും. ചാലുണ്ട് അപ്പുറം. നല്ല സ്ഥലം. ഈ താഴെ കൊല്ലിച്ചാലായത് കാരണം തണുപ്പുണ്ടല്ലോ. അതെ അതെ അതെ. താഴെ ചെറിയ തണുപ്പുണ്ടാവും അല്ലേ? അതിന് വേറൊരാൾ പുറത്തിറങ്ങുന്നല്ലേ. ഞങ്ങൾ മാത്രമേ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുള്ളൂ. അല്ലേ എല്ലാവരും പേടിയില്ലല്ലേ? എല്ലാവരും പേടിയാ. ചേട്ടാ ഇങ്ങ് പോരെ പോയി. ചേട്ടായി തന്നെ നടക്കണ്ട തന്നെ നടക്കണ്ട. അല്ലോട്ടേ തന്നെ നടക്കണ്ടാവും. ഇവിടെ ഒറ്റയടിക്കാണ്. ഒരുമിച്ച് നടന്നാൽ മതി. നടക്കണ്ടോ? ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഇത് അറ്റാക്ക് ചെയ്യുള്ളൂ. ഒറ്റയ്ക്കൊരു വടിയൊക്കെ പിടിച്ച് നല്ലൊരു ആളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ വാഴക്കൊല എടുക്കാനായിട്ട് പോയ സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇന്നലെ വാഴക്കൊല വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അല്ലേ? ആ ഓർമ്മ അവിടുന്ന് വെട്ടി ഞങ്ങൾ അവിടെ ഒരു കൊല ഉണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി പോയി. ചവിട്ടി നിൽക്കുമായിരുന്നു. ഇത് വെട്ടിക്കൊണ്ട് നിന്ന സമയത്താണ് പെട്ടെന്ന് കടുവേനെ കണ്ടതും ഓടിയതും ഒക്കെ. ഇന്നലെ വെട്ടാതെ അവിടെ ഇട്ടിട്ട് പോയ വാഴക്കൊല ഇന്നിപ്പോൾ വെട്ടിയെടുക്കാൻ വേണ്ടി വന്ന കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ ഒരു ഷാൽബ്. നിങ്ങളൊക്കെ അല്ലേ ഇന്നലെ കണ്ടത്? ആ അതെ. അല്ലേ നിങ്ങൾ 3 പേരും കണ്ടു? ആ ഇന്നലെ എങ്ങനെ അവിടെ? ഞങ്ങൾ സാധാരണ ഇവിടെ കടുവ നേരത്തെ മുതലുണ്ട്. സാന്നിധ്യം ഉള്ളതാണ്. ഒരു 4 മാസം മുമ്പ് ഞങ്ങൾ അവരെ വിളിച്ച് കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ കാൽപ്പാടൊക്കെ കളന്ന് പോയി അവർ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇങ്ങനെ മാനൊക്കെ ചത്ത് കിടക്കും. മാനൊക്കെ ചത്ത് കിടക്കും ഇങ്ങനെ തിന്നതിൻ്റെ ബാക്കിയൊക്കെ ആയിട്ട്. പിന്നെ ഈ അടുത്ത ദിവസമാണ് നാട്ടിലുള്ള മൃഗങ്ങളെ പിടിക്കുന്നത്. ചിലപ്പോൾ ഈ കടുവ എല്ലായിരിക്കും അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. 4 മാസമായിട്ട് ഇവിടെ ഇപ്പോൾ ഈ മാനൊക്കെ ചത്ത് കിടക്കുന്നത് ഉണ്ട്. ഈ പറമ്പിലുണ്ട്. ആ പന്നീനെ കൊന്നിട്ട് അതിൻ്റെ വേസ്റ്റ് കാണാം. അങ്ങനെ വന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മാനന്തവാടി പണിയായിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാഴക്കൊല വെട്ടാൻ വേണ്ടി ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് വാഴക്കൊല നോക്കി പോയപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് വാഴയുടെ ചവിട്ടി തന്നെ കടുവ കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ മുകളിലോട്ട് നോക്കിയല്ല നടക്കുന്നത്. തൊട്ടടുത്ത് ആകുമ്പോൾ പെട്ടുപോയി.
പുള്ളി ഭയപ്പെട്ടു പോയി. അങ്ങനെ അവൻ അവിടുന്ന് പേടിച്ച് ഓടിക്കൊണ്ട് അവിടെ വന്നിട്ട് വീണു. പുറകെ ഞാനും ഓടി. അങ്ങനെ മുകളിലോട്ട് പോയി. എന്നിട്ട് അന്നേരം തന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവരെത്തി. അവർ വന്നിട്ട് ഞങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റി അവർ ഇതിലേക്ക് കയറി. അവർ അന്നേരം ഇവിടെ എത്തി കടുവ ഇതിനകത്ത് ഇവിടെ വരെ എത്തി. അവിടെ വരെ എത്തി. അത് മെല്ലെ നടന്ന് കയറി ഇവിടെ വന്ന് കുറെ നേരം കിടന്നു. എന്നിട്ട് രാത്രി ഫുള്ളാണ് ഇവിടെ തന്നെ ആയിരുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ആ താഴത്തെ കൊല്ലിക്കകത്ത് ഇറങ്ങി കിടക്കുന്നുണ്ടാവും. ഇവിടെ തന്നെ ഉണ്ട് സാധനം. അതായത് മറ്റേ ആദ്യ ആടിനെ പിടിച്ച ആ ഒരു പറമ്പ് ഇവിടുന്ന് ഇങ്ങനെ പോയാൽ മതി. ഇതല്ലേ ഈ കയറ്റം കയറി കഴിഞ്ഞാൽ ആ വീടായി. അത് ഇവന്റെ വീടാ. ഇവന്റെ വീടിനടുത്താണ് മറ്റേ വീട്. രണ്ടാമത് പിടിച്ചത് ഇതിന്റെ തൊട്ടിപ്പറ. അപ്പൊ അതിങ്ങനെ പാസിംഗ് ഉള്ള സ്ഥിരം ഉള്ളതാ. അത് കുറെ നാൾ മുമ്പേ ഞങ്ങൾ പറയലുണ്ട് വിളിച്ചിട്ട്. അപ്പം ഒരു പ്രാവശ്യം വന്നാർന്നവര് കുറച്ചു വന്നിട്ട് അളവൊക്കെ എടുത്ത് പോയതാ കാൽപാദത്തിന്റെ. ചെറിയൊരു മഴയുണ്ടായിരുന്നു. ആ മഴയുടെ ഇടയ്ക്ക് വന്നിട്ട് അവർ അളവൊക്കെ എടുത്ത് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ഈ വളർത്തുമൃഗങ്ങളെ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് വളർത്തുമൃഗങ്ങളെ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ഇച്ചിരി സീരിയസ് ആയിട്ട് എടുത്തത്. ഇതിപ്പോൾ ഇച്ചിരി വയ്യാത്ത സാധനമായിട്ട് ഇത് ചെറിയ പിള്ളേരെയും ഇങ്ങനെയുള്ള സാധനങ്ങളെ ശ്രദ്ധിക്കേണ്ടുള്ളൂ. വേറെ വലിയവരെയൊന്നും പിടിക്കും തോന്നില്ല. അതിന് വയ്യ ഓടും. ഇത് കാരണം വെച്ചാൽ 2-3 ഇതിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഡിസ്റ്റൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 2 കിലോമീറ്റർ ഉണ്ടാകും. നിങ്ങൾ 3 പേരും കണ്ടല്ലേ? ഞങ്ങള് എൻ്റെ ഷാൽബ്, അവൻ ജിഷ്ണു. ഇന്നലെ പിന്നെ മിണ്ടാനൊന്നും പറ്റില്ലായിരുന്നു. വിളിക്കും തൊട്ടടുത്ത് പോയി പെട്ടിട്ടേ. എത്ര വലിപ്പം ഉണ്ടായിരുന്നു കടുവയ്ക്കൊക്കെ? പൊക്കം കുറവാ. പൊക്കം കുറവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അരയിൽ അത്ര പൊക്കമുള്ളൂ. പക്ഷെ നീട്ടോ നല്ല നീട്ടോ. തലയിൽ അവിടെ ഒന്നും ക്ഷീണമൊന്നുമില്ല. വയറിങ്ങനെ ഒട്ടിയിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ആടിനെ തിന്നിട്ട് അവന് ഉണ്ടാവുള്ളൂ. ഇപ്പൊ 5 ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലല്ലേ? ഇവിടെ എല്ലാം മൊത്തത്തിൽ അതല്ലോ. ആരും വൈകുന്നേരം ആകുമ്പോൾ ഇപ്പൊ പിള്ളേരാണെങ്കിലും നടന്നു വരത്തില്ല, സൈക്കിളെ പോലും വരത്തില്ല. അവരിങ്ങനെ ഒരു പ്രത്യേക ഒരു കണ്ടീഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ കടുവ പ്രശ്നം ഇതിന് മുന്നേ ഉണ്ടോ? ഈ 4 മാസത്തിന് മുന്നേ? നേരത്തെ മുതൽ ഇങ്ങനെ വരും, ഞങ്ങൾ വിളിക്കും, അവർ വന്ന് അളവെടുത്ത് പോകും. പിന്നെ ഇതുപോലെ വളർത്തുമൃഗങ്ങളൊന്നും അന്നേരം പിടിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ആ പറമ്പിൽ ഇടയ്ക്ക് കണ്ടു. അതൊക്കെ കാണുന്ന ആളുകൾ പറഞ്ഞാൽ അവരന്നേരം വന്നിട്ട് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇപ്പൊ മൃഗങ്ങളെ പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് സീരിയസ് ആയി. ആളുകൾക്കൊന്നും ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാതെ ഇപ്പൊ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഇത് വൈകുന്നേരമായ സംഭവം മൊത്തം നമ്മൾ പണ്ട് കൊറോണ ഇല്ലേ, അതുപോലെയായി. കൊറോണ ആരും പുറത്തിറങ്ങില്ല. റബ്ബർ വെട്ട് നിർത്തിയില്ല. അവിടെ ഒന്നും വെട്ടാൻ പറ്റില്ല. അപ്പം ഈ വാഴ ശരിക്കും നിങ്ങൾ കൃഷി ചെയ്തോണ്ടിരുന്നല്ലേ? ഇതെന്ന് പറഞ്ഞാൽ മൊത്തം മൃഗങ്ങൾ നശിപ്പിച്ചതാ. കണ്ടപ്പോ ഒടിഞ്ഞു കിടക്കുന്നെല്ലാം തിന്ന് മാനൊക്കെ വന്ന് തിന്ന് നശിപ്പിക്കും. കാരണം വെച്ചാൽ മാൻ കണ്ടമാനായി പെരുകി. പന്നിയുണ്ട്, 10-20 പന്നിക്കുഞ്ഞുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച. ഇപ്പൊ അതെല്ലാം കുറെ തിന്ന് കാണും വേറെ കടുവ വന്നിട്ട്. പന്നിക്കുഞ്ഞ് എത്ര എണ്ണമെന്നറിയോ? മൊത്തം നശിപ്പിച്ചു. ഇതൊക്കെ പന്നി കുത്തി കിടക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതെല്ലാം പന്നി കുത്തിയ സംഭവമാണ്. ഒരു മനുഷ്യൻ കൃഷി ചെയ്ത സംഭവമാണ് ഈ കാണുന്നത്. ഇതൊക്കെ 1.5 ലക്ഷം 2 ലക്ഷം മുടക്കിയിട്ട് കൃഷി ചെയ്താൽ മൊത്തം കംപ്ലീറ്റ് മാൻ തിന്നു. അവസാനം നിവൃത്തിയില്ലാണ്ട് ഇങ്ങനെ നിർത്തി. അപ്പൊ തന്നെ മുളച്ചു വന്നായിരിക്കുമല്ലോ? ഇതൊക്കെ തന്നെ അതിന്റെ ചവിട്ടിന്ന് മുളച്ചു തന്നെ. അണ്ട് അതിന്റെ ഇടയ്ക്ക് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊലയുണ്ട്. അത് നമ്മൾ വെട്ടിക്കൊണ്ട് പോകും. ഇതുണ്ടോ പന്നി വിട്ടിട്ട് ഈ കാണുന്നൊക്കെ. അല്ല ശരിക്കും ഈ കൊല വെട്ടാൻ വേണ്ടി വന്നപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് ഒരു കൊല വെട്ടി. അതിന് പുറശാര് തന്നെ വന്ന് കൂടെ വന്ന് എടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഒടിഞ്ഞു കിടന്നു. പിന്നെ അവിടെ ആ മൂലയ്ക്ക് തന്നെ ആ കടുവ നിന്നതിന്റെ അടുത്ത് തന്നെ കൊലയുണ്ട്. ഇവന് കൊല നോക്കിയല്ലേ പോണേ, ചവിട്ടി നോക്കിയില്ല. ചവിട്ടി നോക്കിയാൽ നേരത്തെ കണ്ടിട്ട് ഓടായിരുന്നു. തൊട്ടടുത്തെത്തിപ്പോയി. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഈ കൊലയുടെ അകത്തില്ലേ ഇത്രയും ദൂരത്ത് എത്തിപ്പോയി ആള്. ഇത്രയും ദൂരം. അത് ശരിക്കും ആക്റ്റീവായ കടുവയാണ്. ഇവന്റെ വെടി തീർന്നു. എന്നിട്ടും അവൻ നോക്കി ഇങ്ങനെ തല ഉയർത്തിട്ട് ഇവന്റെ നോക്കി. അന്നേരം പെട്ടെന്ന് ഓടി. ശ്വാസം നിന്ന് പോയി കാണൂല്ലേ? അവനപ്പം മിണ്ടാൻ പറ്റാണ്ടായി സ്ട്രക്കായി പോയി ആള്. എന്നോടും പറയാൻ പറ്റുന്നില്ല. താഴത്തെ ചേച്ചി അതുപോലെ തന്നെയല്ലേ 5 മീറ്റർ അടുത്ത് ഓടിച്ചെന്ന്. അതെയോ? ഇതിനെ പിടിച്ചില്ലെങ്കിൽ ചൊറയാ. പക്ഷെ എന്താ പറയാ, അപകടം ഇല്ലാണ്ട് അതിനെ പിടിച്ച് കൊണ്ട് എവിടെയെങ്കിലും ചികിത്സിച്ചാൽ നല്ലതാ. അല്ല ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. മനുഷ്യരുടെ നേരെ എന്നാ വരുന്നത്? ഈ വണ്ടിയെല്ലാം പോകുന്നുണ്ട്. പക്ഷെ ഇതിനൊരു പേടിയില്ലല്ലോ. ഞങ്ങൾ അത്ര അടുത്ത് ചെന്നു. സാധാരണ നമ്മൾ കാടിന്റെ അവിടെ നിന്ന് കാണുന്നത് ഓടൂല നമ്മളെ കാണുന്നത്. ഇപ്പൊ മറ്റേ ഈ കഴിഞ്ഞ ദിവസം 2ാമത് ആടിനെ പിടിച്ചില്ല. ആ ചേട്ടൻ അവര് ലൈറ്റ് ഇട്ടപ്പോ ഇത് കൂളായിട്ട് നടന്ന് കുളത്തിലേക്ക് കയറി. ഇതെന്നാ വിഷയം അറിയോ? ഒന്നെങ്കിൽ ഇത് ശരിക്കും മനുഷ്യരായിട്ട് ഇടപെട്ടിട്ടുള്ള കടുവ, അല്ലെങ്കിൽ ഇത്രയും വണ്ടികൾ പോകുന്നുണ്ട്, ഇത്ര കാര്യങ്ങളെല്ലാം ആവുന്നുണ്ട്. എത്ര വയ്യെങ്കിലും ഇത് ഒളിച്ചിരിക്കൂലേ? ഇത് അടുത്തടുത്ത് വരൂലേ മനുഷ്യനുമായിട്ട്. പേടിയില്ലല്ലോ.
അതാണ് നേരെ ലൈറ്റ് ഇട്ടപ്പോൾ പുള്ളി നേരെ നടന്നു വന്ന് ആടിനെ കൊണ്ട് പോയി. ആടിനെ കൊണ്ട് പോണേ. അപ്പോൾ എന്തോ ഒരു ഒന്നെങ്കിൽ ഇത് ഇണക്കമുള്ള കടുവ കുറച്ചൊക്കെ മനുഷ്യനുമായിട്ട്, അതല്ലെങ്കിൽ ഇത് വയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒരു മനുഷ്യനെ കണ്ട് വല്ല മൃഗശാലയിലും കിടന്ന് അതിനെ കൊണ്ട് ആരെങ്കിലും വിട്ടതാണോ കർണാടകക്കാർ അന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇന്റേണൽ എന്തെങ്കിലും ഇഞ്ചുറി ഉള്ളത്. എന്നാലും ഒരു ചെറിയ പേടി ഉണ്ടാവില്ലേ നമ്മളെ മനുഷ്യരെ ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ. ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത്ര അടുത്തുള്ള വണ്ടി പോകുന്നു രാത്രി. അതെ, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ആളുകളാണ് കണ്ടേ. നമ്മുടെ ഇസ്രായേലിൽ പോകാൻ വേണ്ടി ആളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന ആളാണ് കണ്ടേ 3 മണിയായപ്പോൾ. അത് പോലീസുകാരൻ തന്നെയാണ്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി വരുന്ന ഈ റോട്ടിൽ കൂടെയല്ലേ കാണുന്നത്. ആ, എന്നിട്ട് അത് കൂളായിട്ടല്ലേ പോണത്. പല ആൾക്കാരും കാണുന്നുണ്ടല്ലേ. ആ, ഉണ്ട്. ഇപ്പം നമ്മൾ ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ടു. 2 പേരും സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസമായിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. പറമ്പിലൊന്നും പണിയെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശം കണ്ടു. ഇവരുടെ തന്നെ വാഴത്തോട്ടമാണ്. അവർ വാഴ കൊത്താനായിട്ട് അവിടെ ചെന്നപ്പോഴാണ് കടുവേനെ നേരിട്ട് കണ്ടത്. ആ പയ്യനാണ് നേരിട്ട് കണ്ടത്. പെട്ടെന്ന് കടുവയുടെ മുമ്പിൽ നിന്ന് ഓടി മറയുകയായിരുന്നു. പക്ഷേ കടുവ ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ എന്നാലും കടുവയാണ്. പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും പേടിച്ച് പോകും. അതുപോലെ തന്നെ ആദ്യം നമ്മൾ സംസാരിച്ച ആ ഒരു ആടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ചേട്ടനും ഇത് തന്നെ പറഞ്ഞ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടും കടുവ കൂളായിട്ട് തൊഴുത്തിലേക്ക് നടന്നു വന്ന് എന്നാണ് പറഞ്ഞത്. പിന്നെ അവർ കയറി വാലടച്ചു. പിന്നീട് നടന്ന സംഭവം അവർക്ക് കാണാൻ പറ്റിയില്ല. എങ്കിലും പിന്നീട് അവർ തുറന്നു നോക്കുമ്പോൾ ആടിനെ ഒരെണ്ണത്തിനെ മിസ്സായിട്ടുണ്ട്. ഇതുപോലെ ഉള്ള പല സംഭവങ്ങളുണ്ട്. ആടിനെയും ഒക്കെ ആയിട്ട് ഇവിടുന്ന് നഷ്ടപ്പെടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒത്തിരി ആളുകൾ, പല ആളുകൾ നേരിട്ട് കാണുന്നുമുണ്ട്. പല ആൾക്കാരൊന്നും കാണുന്നവരൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പല ആൾക്കാരുടെയും മുന്നിൽ പെടുന്നുണ്ട് കടുവ. ഈ ഒരു പ്രദേശത്ത് ഇത് സ്ഥിരമായിട്ട് ഉള്ള ഒരു കടുവ തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും വളരെ ഭീകരമായ ഒരവസ്ഥ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഏതായാലും വളരെ ഭീകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ പിടിക്കാനായിട്ട് പറ്റട്ടെ. ഈ ആളുകളുടെ ജീവിതം പഴയ നിലയിലേക്ക് തന്നെ ആകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റുകളുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.